ഫ്രണ്ട്സ് എല്ലാവർക്കും ആൽഫ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എങ്ങനെ ഒരു കരിക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുക്കാനാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലും. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് ഒരു കരിക്ക്, പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ബൂസ്റ്റ്, ഇത്രയൊന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ ഇത് കുറച്ച് പഞ്ചസാരയാണ്, ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ ഒരു ഗ്ലാസ്, ഒരു സ്പൂണ് നമുക്ക് സെർവ് ചെയ്യാനാണ്. പിന്നെ ഒരു മിക്സിയുടെ ജാറ്. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കരിക്കൊക്കെ ഒന്ന് വെട്ടി സെറ്റാക്കി എടുത്തിട്ട് വരാം. ഫ്രണ്ട്സ് നമ്മൾ വെട്ടി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. നമുക്ക് ഈ വെള്ളവും അതിൻ്റെ അകത്തേതും നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ഇത് നടുവേ നിന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് മുറിച്ചെടുത്തിട്ട് വരാം. ഫ്രണ്ട്സ് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ച് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചിരണ്ടി ഒരു പാത്രത്തിലേക്കാം. നമുക്കിത് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇതിനെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫുള്ളിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങാ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശരിക്കും വെള്ളം കുറച്ച് മതിയാവും മിക്സിയിൽ അരയാൻ പാകത്തിന്. ഫ്രണ്ട്സ് നമ്മൾ കുറച്ച് ഐസ് കട്ടയും കൂടെ ഇട്ടാണ് പൊടിച്ചെടുത്തത്. പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ഉണ്ട് ഇത്. ഫുൾ അങ്ങനെ നമുക്ക് ഇട്ട് കൊടുത്തേക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ബൂസ്റ്റ് പൊടിയാണ് ആഡ് ചെയ്യേണ്ടത്. ബൂസ്റ്റ് തുറന്നു കൊടുക്കാം. ഇത് ഏകദേശം ഒരു 3-2 കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. അത്രയും മതിയാവും. നമുക്ക് ഇതിലോട്ട് തേങ്ങാവെള്ളം, തിരിക്കും വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്, അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ് നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി സംഭവം ഫ്രണ്ട്സ്. നിങ്ങളിത് ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ അമർത്തുക. ക്യാമറമാൻ ആഷ്മിനോടൊപ്പം ഇറ്റ്സ് മീ ആൽബി ബിജു സൈനിങ് ഔട്ട്.